നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ട് കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറേയും കൂടെ ഈസി ആവുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കാത്ത കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാനുള്ള കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കുന്ന കാലത്ത് മറ്റെന്തെങ്കിലും കാര്യത്തിനോടായിരുന്നു താല്പര്യം, പക്ഷേ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് എൻജിനീയറിംഗ് പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് അത്രയും വിസിബിൾ ആകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാനേജർ നമ്മുടെ ഹാർഡ് വർക്ക് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ഇപ്പോഴുള്ള ഒരു പ്രശ്നത്തിന് കാരണം നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ ചുറ്റിലുമുള്ള ആളുകളാണെന്നാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനും ഒരു സമയം വരെ ഇതുതന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ബട്ട് വൺ ഡേ ഐ റിയലൈസ് സംതിങ് ദാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മൈ ലൈഫ്. Hello mothers, grandmothers, ladies, all the women out there, welcome back to the next episode of the series, The Rise of a Wonder Woman. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആൻഡ് സ്റ്റക്കായിരുന്ന എൻ്റെ ഒരു ലൈഫ് കുറേയും കൂടെ കോൺഫിഡൻറ്റ് ആൻഡ് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു സിമ്പിൾ തോട്ടാണ്. ഇറ്റ്സ് കോൾഡ് ഐ ആം റെസ്പോൺസിബിൾ. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്കാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിനെ ബ്ലെയിം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ലൈഫിൻ്റെ ഒരു വിക്ടിമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇരയായി മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എനിക്കെന്ത് റെസ്പോൺസിബിലിറ്റിയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ ആവുന്നത്. അല്ലാത്തിടത്തോളം നമ്മളൊരു വിക്ടിം എനർജിയിലാണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഒരു സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സോ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? എൻ്റെ ഹസ്ബൻഡ് എന്നെ ജോലിക്ക് പോകാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ സ്റ്റക്കായി. അതായത് എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ ഈ ഒരു പ്രശ്നത്തിൻ്റെ താക്കോൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് അനുവദിക്കാത്തിടത്തോളം കാലം എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഈ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടി നമ്മളൊന്നും ശ്രമിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊന്നും എൻ്റെ കയ്യിലല്ല. പക്ഷേ ഇതേ സമയം ഞാൻ വിശ്വസിക്കുന്നു ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ്. അപ്പോൾ എനിക്കെന്താ ഇവിടെ ചെയ്യാൻ പറ്റുക? മേ ബി ഐ ക്യാൻ സൈലൻ്റ്ലി ഡൂ സംതിങ്. അതായത് എൻ്റെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും സൈലൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു ഗോളിൽ എത്തുന്ന സമയത്ത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ പറ്റും, എനിക്ക് എന്തായാലും ജോലി ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഫൈറ്റ് ചെയ്തിട്ടോ അല്ലെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെന്നോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നമ്മളിൽ വിശ്വസിച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. പക്ഷേ ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് എ വേ. എങ്ങനെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും? ഇത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പം ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കും. എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. അതായത് ഞാൻ അത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്തു. കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തി. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ തന്നെ കുറേ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെ കുഞ്ഞിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് നിർത്തേണ്ടെന്ന ആവശ്യം പണ്ട് കാലത്ത് വരുന്നില്ല. ഒരു ചൊല്ലുണ്ട്, അതായത് ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു വില്ലേജ് തന്നെ വേണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ആരാണോ ഒരു പ്രൈമറി റോള് കുഞ്ഞിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത്, ആ ആളിൽ ആണ് പൂർണ്ണ ഉത്തരവാദിത്തങ്ങളും നിൽക്കുന്നത്. ഒരു പരിധിവരെ നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഒരു പ്രൈമറി റോള് ഈ ഒരാളിൽ മാത്രമായി പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അതായത് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വന്നു. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ പരിമിതിയുണ്ട്. പിന്നെ പണ്ട് കാലത്താണെങ്കിൽ വീടുകളിൽ പലപ്പോഴും ഒരാൾ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. മിക്കവാറും അച്ഛൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. അമ്മമാർ കൂടുതലും ഹൗസ് വൈഫ്സ് ആയിരിക്കും. ഇനി അമ്മമാർ പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, അച്ചാച്ചനും അമ്മമ്മയൊക്കെ ഉണ്ടാവും വീട്ടിൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്നെപ്പോലെ കുട്ടിക്ക് വേണ്ടി അവൈലബിൾ ആവുന്ന മറ്റൊരാളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മാത്രമായിരിക്കും. കാരണം എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പക്ഷേ മറ്റൊരാൾക്കും കുഞ്ഞിൻ്റെ കൂടെ അത്രയും സമയം ചിലവഴിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരും, അതായത് വീട്ടിലെ അച്ചാച്ചനും അമ്മമ്മയും എല്ലാം ബിസിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞിൻ്റെ മിക്കവാറും എല്ലാ ഉത്തരവാദിത്വവും വരുന്നത് കുഞ്ഞിൻ്റെ അമ്മയിലാണ്. ആ സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ, കൂട്ടുകുടുംബമായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് കുറേയും കൂടെ കൂടുതൽ
മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ വേറെയും കുട്ടികളുണ്ടാവുമായിരുന്നു ഒന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്തെങ്കിലും എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യമാണോ? ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിലൊന്നും ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എൻ്റെ കയ്യിലുള്ള സമയം എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചിലവഴിക്കാൻ പറ്റും, അതുപോലെ എൻ്റെ ചിന്തകളെ എനിക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകുന്നതിന് പകരം എൻ്റെ ചിന്തകളെ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചുറ്റുപാടുകളെയും ചുറ്റിലുള്ള ആളുകളെയും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വിക്ടിം എനർജിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പവർ, നമ്മൾ ആ വിക്ടിം എനർജിയിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പവറില്ല, നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നമുക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ടില്ല എന്ന് വിചാരിക്കുന്നിടത്തോളം നമ്മൾ കൂടുതൽ വീക്കായി പോവുകയാണ്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ നമ്മുടെ ആ ഒരു പവർ ടേക്ക് ബാക്ക് ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചാൽ ഞാൻ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ കൂടുതൽ സമയം. ഇങ്ങനെ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, മറ്റുള്ള ആളുകൾ നമ്മളടുത്ത് എങ്ങനെ ഇടപഴകുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം യു വിൽ സ്റ്റേ സ്റ്റക്ക്. ബട്ട് വെൻ വി ടേക്ക് അവർ റെസ്പോൺസിബിലിറ്റി വി ക്യാൻ ചേഞ്ച് അവർ സ്റ്റോറി. മുമ്പ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, കാരണം വർക്ക് ഷെഡ്യൂൾ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയം മാത്രമാണ് ഫാമിലി ടൈം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്ക് ഷെഡ്യൂളിൽ ഒരു ചേഞ്ചും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിലുള്ള സമയം എത്രയാണോ ആ സമയം എനിക്ക് ഹാപ്പി ആയിട്ട് ചിലവഴിക്കാൻ പറ്റും. എനിക്കിഷ്ടമുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി എനിക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റും. ആ സമയം എന്ന് പറയുന്നത് വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ടൈം. അതിന് ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, നമുക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മളെപ്പോഴും ജസ്റ്റ് വെയ്ഗായിട്ട് ഇങ്ങനെ പറയുക ചെയ്യുന്നത്, നമുക്ക് സപ്പോർട്ടില്ല, ഫാമിലി ടൈമിൽ ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ ക്ലാരിറ്റി കണ്ടെത്തുക. അതായത് നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടുന്നതെന്നുള്ള ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ പുതിയൊരു സ്കിൽ എന്തെങ്കിലും പഠിക്കാൻ തീരുമാനിച്ചു, നമുക്ക് പറയാം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എനിക്ക് സപ്പോർട്ട് വേണം, ഞാനിത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റിയോടുകൂടി പറയുമ്പം യു വിൽ ഗെറ്റ് സപ്പോർട്ട്. നമുക്ക് വേണ്ടി ഒരു സമയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റൊരാൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കത് ചെയ്തു തരില്ല. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കഴിവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈവൺ ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും, അതായത് നിങ്ങളെ ഫിസിക്കലി ഉപദ്രവിക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ഞാനത് ഒരു സ്ത്രീകളുടെ കുറ്റമായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഇതിലെവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം വരുന്നത്? അതായത് നമ്മളെ ഒരാൾ മോശമായി ട്രീറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തു എന്നുള്ളത് ഇവിടെ നമ്മുടെ പ്രശ്നമാണ്. അതായത് ഇപ്പം നിങ്ങളെ ഒരാൾ അടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പം എന്നെ ഒരാൾ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, എന്നെ വളരെ മോശമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ഞാൻ വളരെ സൈലൻ്റായി നിന്ന് ഇതൊക്കെ റിസീവ് ചെയ്തിട്ട് ഞാൻ അവരെ എന്ത് ചെയ്തു? ട്രെയിൻ ചെയ്തു. അതായത് നിങ്ങൾക്കെല്ലാം കാണിക്കാനുള്ള ഒരു ആളാണ് ഞാനെന്നുള്ള രീതിക്ക് ഞാൻ അവരെ ട്രെയിൻ ചെയ്തു. സോ ഈ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും 50% ഈ ഒരു ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണ് അതിൻ്റെ കാരണക്കാർ, 50% ഈ ഉപദ്രവം കൊള്ളുന്ന ആളാണ് അതിൻ്റെ കാരണക്കാർ. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ വാല്യൂ കുറച്ച് കാണരുത്. നമ്മളെപ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മുടെ വാല്യൂ, നമ്മുടെ വേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ മറ്റൊരാൾ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പം നിങ്ങളെ വേറൊരാൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളും നിങ്ങളെ ഇതുവരെ വാല്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്ന നമ്മുടെ ഉത്തരവാദിത്തം. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ട്രീറ്റ് അവർ സെൽസ് ബെറ്റർ. നമ്മളെ വിശ്വസിക്കണം, നമ്മുടെ വേർത്ത്, നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ
എന്ത് ചെയ്യണം, ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ചുറ്റിലുള്ള ആളുകളും നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത വരുന്നുണ്ടോ, അതായത് മറ്റുള്ള ആളുകൾ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എൻ്റെ ഹസ്ബൻഡ് കാരണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കാരണം, എൻ്റെ നാട്ടുകാർ കാരണം, എൻ്റെ ചുറ്റുപാട് കാരണം, എൻ്റെ ഓഫീസിലുള്ള ബോസ് കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളിത് ചിന്തിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ദാറ്റ് തോട്ട് വിത്ത് ഇവിടെ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, ഇതിനെ ബെറ്റർ ആക്കാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫേസ് മാറുള്ളൂ. അല്ലാതെ മറ്റൊരാൾ നമുക്കത് വേണ്ടി ചെയ്തു തരാൻ പോകുന്നില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു അവസ്ഥ മാറും, ബെറ്റർ ആവും. ട്രസ്റ്റ് മീ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ സംഭവിക്കുന്നത്, നിങ്ങൾ മറ്റാരെങ്കിലും വന്ന് നിങ്ങളെ ഈ ലൈഫിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ എന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ ഏതൊരു പ്രശ്നത്തിലാണെങ്കിലും ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചിന്തിക്കുമ്പം വിൽ സ്റ്റാർട്ട് ഹീലിംഗ്, വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള പല സങ്കടങ്ങളും എല്ലാത്തിൽ നിന്നും നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇന്നുള്ള നമ്മളെക്കാൾ ഒരു ബെറ്റർ വേർഷനായി മാറും നമ്മൾ നാളെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് യുവർ പവർ ബാക്ക് by saying these words that I am responsible for my peace, my choices, my growth and my happiness. The moment you say that, you stop being the victim of your story and you become the wonder woman of your own story. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ഇതുപോലത്തെ പുതിയ ടോപ്പിക്സ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. So I'll see you in the next video. അതുവരെ എല്ലാവർക്കും താങ്ക് യു.